ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏഞ്ചൽ ടാക്സ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1, ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ട്, പ്ലേസസ് ന്യൂസ് ആയിട്ട് കാസിരംഗ നാഷണൽ പാർക്ക്. ഈ ഏഞ്ചൽ ടാക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഏഞ്ചൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പ് നമ്മൾ റീസെന്റ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ 2024-25 പുതിയൊരു ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിൽക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇന്ത്യയിൽ ഈ ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കണം എന്നുള്ളൊരു ആവശ്യം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും കൂടി രംഗത്ത് വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ മൂലധനം സ്വരൂപിക്കുന്ന സമയത്ത് അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് ഈ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏഞ്ചൽ ടാക്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു കമ്പനി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരാവശ്യമായിട്ടുള്ള മൂലധനം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് വെക്കുക. അപ്പൊ ഇത്തരത്തിൽ അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഷെയറിന്റെ ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതായത് സാധാരണഗതിയിൽ ഒരു കമ്പനിക്ക് കിട്ടേണ്ട ഒരു ഷെയറിന് കിട്ടേണ്ട ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടാവും. ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടിയ വിലക്ക് ഇവർക്ക് ഈ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ എക്സസീവ് എമൗണ്ട് എത്രയാണോ അതിന്റെ മുകളിൽ വരുന്ന ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഇവർക്ക് കിട്ടുന്ന ഈ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിട്ട് കിട്ടുന്ന എക്സസ് എമൗണ്ടിനെ ഒരു വരുമാനമായിട്ടാണ്, കമ്പനിയുടെ ഒരു ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അത് ടാക്സബിൾ ആണ്. അതാണ് ഏഞ്ചൽ ടാക്സ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 10 രൂപയാണെന്ന് കണക്കാക്കുക. പക്ഷെ അവര് ഇത്തരത്തിലൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മൂലധനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുറച്ച് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആളുകൾ 15 രൂപ വെച്ച്, പെർ ഷെയറിന് 15 രൂപ വെച്ച് ഈ ഷെയർ പർച്ചേസ് ചെയ്തു എന്ന് വെച്ചു. അപ്പൊ ഈ ഫെയർ വാല്യൂവിനെക്കാട്ടിലും 5 രൂപ കമ്പനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, പെർ ഷെയർ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ, ഇത് കമ്പനിയുടെ ഇൻകം ആയിട്ടാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. ഇതിന്റെ മുകളിൽ ഈ കമ്പനി കൊടുക്കേണ്ട ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏഞ്ചൽ ടാക്സിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ ടാക്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഈടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1961 ഇൻകം ടാക്സ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഞ്ചൽ ടാക്സ് ഗവൺമെന്റ് ഈടാക്കുന്നത്. പക്ഷെ ഇത് 1961 തൊട്ട് ഈ ഒരു ടാക്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇത് 2012 ഏഞ്ചൽ ടാക്സ് ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2012 വന്നിട്ടുള്ള ബഡ്ജറ്റിന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഫിനാൻസ് ആക്ടിലൂടെയാണ് ഏഞ്ചൽ ടാക്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഈ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് 2023 വരെ ഏഞ്ചൽ ടാക്സിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഏഞ്ചൽ ടാക്സ് ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മേക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ മുകളിൽ മാത്രമേ ഏഞ്ചൽ ടാക്സ് അപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. പക്ഷെ 2023 ഫിനാൻസ് ആക്ടിലൂടെ, 2023-24 ബഡ്ജറ്റിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏഞ്ചൽ ടാക്സ് നോൺ റെസിഡന്റ് ഇൻവെസ്റ്റേഴ്സിനും അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ റൈസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനും ഏഞ്ചൽ ടാക്സ് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് റിമൂവ് ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. അപ്പൊ ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നിലവിൽ നമ്മുടെ ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുംബൈയിൽ മാത്രമേ ബെഞ്ചുള്ളൂ, ഒരൊറ്റ ബെഞ്ചേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ ബെഞ്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അഡീഷണൽ ബെഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം കുറച്ച് കാലമായിട്ട് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ SAT അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മറ്റുള്ള ട്രിബ്യൂണലൊക്കെ പോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ബോഡിയാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. 1992 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സെബി ആക്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ ലൊക്കേഷൻ ഇപ്പൊ നിലവിൽ ഉള്ളത് മുംബൈ ആണ്. ഒരൊറ്റ ബെഞ്ച് മാത്രമേ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിനുള്ളൂ. അത് മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, ഇവരുടെ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സെബി ആക്ട് അനുസരിച്ചാണ് ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സെബിയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ്
ഡെയിലി ന്യൂസ് അനലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബിക്ക് ചില ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, ചില ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ ചില ജുഡീഷ്യൽ പവേഴ്സ് സെബിക്ക് ഉണ്ട്. അപ്പൊ സെബി ഈ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ തീരുമാനങ്ങളുടെ മുകളിലുള്ള അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണൽ ആണ്. അതായത് ഈ പറയുന്ന സെബി ആക്ട് പോലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സെബി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ സെബി പാസ്സാക്കുന്ന ഓർഡറുകൾക്കെതിരായിട്ട് നമുക്ക് അപ്പീൽ പോകാൻ പറ്റിയ സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലാണ്. ഒറിജിനലി സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ ജോലി ഇത് മാത്രമായിരുന്നു. പക്ഷെ 2014 2015 ഇന്ത്യൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിന് 2 അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ട് 2 അതോറിറ്റീസിന്റെ മുകളിലും കൂടി ഇവർക്ക് അപ്പലറ്റ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് 2014 നമ്മുടെ ഇന്ത്യയിൽ ഈ പെൻഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്. സോ ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് 2013 വന്നിട്ടുള്ള പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സെബി എങ്ങനെയാണോ സെക്യൂരിറ്റീസ് മാർക്കറ്റിന് റെഗുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇന്ത്യയിലെ പെൻഷൻ മാർക്കറ്റിന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണത്. അപ്പൊ ഈ റെഗുലേറ്ററുടെ തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ള അപ്പീലുകളും 2014 തൊട്ട് കേൾക്കുന്നത് സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലാണ്. അപ്പൊ 2014 തൊട്ട് 2014 വരെ സെബിയുടെ ഓർഡേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീലുകൾ മാത്രമായിരുന്നു ഇവർ കേട്ടിരുന്നെങ്കിൽ 2014 തൊട്ട് സെബി കൂടാതെ ഈ PFRDAയുടെ ഡിസിഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഓർഡറുകൾക്കെതിരായിട്ടുള്ള അപ്പീലുകൾ കേൾക്കുന്നതും ഈ SAT ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണൽ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2015 മറ്റൊരു റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള IRDAI ഉണ്ട്, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇവരാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ 1938 ഇൻഷുറൻസ് ആക്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് ഓഫ് 1972, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് 1999, ഇത്തരത്തിലുള്ള നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഇൻഷുറൻസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് IRDAI ആണ്. അപ്പൊ ഈ IRDAI ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കുന്ന ഓർഡറുകൾ, എടുക്കുന്ന ഡിസിഷൻസ്, ഇതിനെതിരായിട്ടും സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ പോവാം എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിലവിലെ അവസ്ഥയിൽ സെബി, അതുപോലെ തന്നെ ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ IRDAI, ഈ 3 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെയും അല്ലെങ്കിൽ ഈ 3 റെഗുലേറ്റേഴ്സിന്റെയും ഡിസിഷൻസിന്റെ മുകളിലുള്ള അപ്പലറ്റ് അതോറിറ്റി SAT ആണെന്ന് മനസ്സിലാക്കുക. ഇനി SATയുടെ ഡിസിഷനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുക സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ മാത്രമാണ്. SATയുടെ ഡിസിഷൻസിനെ അല്ലെങ്കിൽ ഓർഡേഴ്സിനെ സുപ്രീം കോർട്ടിൽ മാത്രമാണ് അപ്പീൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി SATയുടെ കോമ്പോസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പ്രിസൈഡിങ് ഓഫീസറും 2 മെമ്പേഴ്സും ആണ് ഉള്ളത്. ഇവരെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു നോമിനിയുമായിട്ടോ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രിബ്യൂണൽ എന്നുള്ള രീതിയിൽ ഒരു സിവിൽ കോർട്ടിൻ്റെതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും SATക്ക് ഉണ്ട്. ഇവർക്കെതിരായിട്ടുള്ള അപ്പീൽ സുപ്രീം കോർട്ടിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റൂ. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1 കുറിച്ചാണ്. അപ്പൊ ഈ വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1 കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ നിലവിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ് ഈ വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1 വലിയ രീതിയിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലുള്ള പോളിയോ വൈറസുകളിൽ 3 ടൈപ്പ് പോളിയോ വൈറസുകളാണുള്ളത്. ഈ വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിനകത്ത് ടൈപ്പ് 2ഉം ടൈപ്പ് 3യും ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടൈപ്പ് 1 മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഇഷ്യൂ ഓഫ് കൺസേൺ ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് കൺസേൺ ആണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് പോളിയോ വൈറസ് എന്നൊന്ന് ജനറലി അറിഞ്ഞിരിക്കുക. ഈ പോളിയോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വൈറൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. അത് സാധാരണഗതിയിൽ 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് പോളിയോ വൈറസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പൊ ഇത് പോളിയോ വൈറസ് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ബേസിക്കലി ഈ ഫീസൽ ഓറൽ റൂട്ട്, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ ഫുഡോ ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെയാണ് പേഴ്സൺ ടു പേഴ്സൺ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക എന്ന് മനസ്സിലാക്കുക. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക എന്ന് മനസ്സിലാക്കുക. ഇനി പോളിയോ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാൻ തുടങ്ങും. അത് അൾട്ടിമേറ്റ്ലി പാരാലിസിസിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുക. അതായത് പോളിയോ വൈറസിന്റെ
ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ആളുകൾ പാരലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോളിയോ വൈറസിന്റെ 3 വേരിയൻസ് ആണുള്ളത്. ഈ വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിനകത്ത് ഈ ടൈപ്പ് 2ഉം ടൈപ്പ് 3യും ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ലോകത്തിൽ ഇപ്പം അതില്ല. പിന്നെ ഉള്ളത് ഈ ടൈപ്പ് 1 മാത്രമാണ്. അപ്പോൾ ഈ ടൈപ്പ് 1 എന്ന് പറയുന്ന വൈറസ് ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളിലാണ് എൻഡമിക് ആയിട്ടുള്ളത്. ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് അവിടെ നിന്നാണ്. പക്ഷേ ഇവിടെ നിന്നല്ലാതെ മറ്റു ചില രാജ്യങ്ങളും ഇതിടക്കൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 2 രാജ്യങ്ങളാണത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി പോളിയോ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മറ്റുള്ള മെജോറിറ്റി വൈറൽ ഡിസീസസിന്റെയും കേസ് പോലെ തന്നെ പോളിയോ വൈറസിനും കൃത്യമായിട്ടുള്ള ക്യൂർ ഇല്ല. അത് വൺസ് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ മരുന്നൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ പോളിയോ വൈറസ് വരാതെ ഇമ്മ്യൂണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ പൾസ് പോളിയോ കുത്തിവെപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഈ പോളിയോ വൈറസിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് പോളിയോ വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരു 90% കേസുകളിലും ആളുകൾ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കില്ല. ഇത് അസിംറ്റമാറ്റിക് ആണ് നോർമലി. ഇനി സിംറ്റംസ് കാണിക്കുന്ന കേസിൽ പോലും വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസേ കാണിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് സിംറ്റംസ് ആയിട്ടുള്ള ഈ ഫീവർ, ഫെറ്റീഗ്, ഹെഡ് ഏക്ക്, വൊമിറ്റിങ്, സ്റ്റിഫ്നെസ് ഇൻ ദി നെക്ക്, അതുപോലെ തന്നെ ആളുകളുടെ ലിംസിൽ, ജോയിന്റ്സിലൊക്കെ വരുന്ന പെയിന്, ഇതൊക്കെയാണ് നോർമലി കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നോർമലി ഈ ഒരു പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച ആളുകൾ മരുന്ന് കഴിക്കുന്നതോടും അത് മാറുകയും ചെയ്യും. അപ്പോൾ ഈ പോളിയോ വന്നതായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഹൈലി ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വാക്സിനേഷൻ മാത്രമാണ് ഇതിന് ഒരേ ഒരു പ്രതിവിധി എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററും ചൈനയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററും തമ്മിലൊരു മീറ്റിംഗ് നടന്നതായിട്ടും അതിനകത്ത് ഈ LACയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള താൽക്കാലികമായിട്ടുള്ള വർക്കിംഗ് ബൗണ്ടറിയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇപ്പോൾ ഗാൽവാൻ വാലിയിലൊക്കെ ഇഷ്യൂസ് നടക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ ബേസിക്കലി അത് അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 1 വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലും ഈ സെയിം ന്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ട് പറയുന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും നീളം കൂടിയ ബോർഡർ ഷെയർ ചെയ്യുന്നത്, ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡറിനെ നമുക്ക് ബേസിക്കലി 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു വെസ്റ്റേൺ സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മിഡിൽ സെക്ടർ ഉണ്ട്, അതുപോലെ ഒരു ഈസ്റ്റേൺ സെക്ടറും ഉണ്ട്. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബോർഡർ ആയിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബോർഡർ ഒരു കാലത്തും കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഡിലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബോർഡർ എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ കൃത്യമായിട്ട് ഒരു എഗ്രിമെന്റ് ഒരു കാലത്തും വന്നിട്ടില്ല. അതുപോലെ തന്നെ ആ എഗ്രിമെന്റ് അനുസരിച്ച് ഇതൊരിക്കലും ഓൺ ദി ഗ്രൗണ്ട് ഈ ബോർഡർ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ബോർഡർ റീജിയനകത്ത് 2 രാജ്യങ്ങൾക്കും ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് ആണുള്ളത്. എവിടെയാണ് ഈ ബോർഡർ എന്നുള്ള കാര്യത്തിനകത്ത് 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു കൺസെൻസസ് ഇല്ല. ഇപ്പൊ ഇന്ത്യ ചില ഏരിയാസിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, ഇതാണ് ബോർഡർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ചൈന വിചാരിക്കുന്നത് വേറൊരു സ്ഥലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് തുടക്ക കാലഘട്ടം തൊട്ടേ നമുക്കിടയിലുള്ള ഒരു പ്രശ്നത്തിന് വലിയൊരു കാരണമാണ്. അപ്പോൾ ഈ ഇന്ത്യ ചൈന ബോർഡർ റീജൻസ് എൻറ്റയർ സ്ട്രെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഈ ബോർഡർ ഡിസ്പ്യൂട്ട് വലുതും ചെറുതുമായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ മെയിൻലി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ സെക്ടറിലും ഈസ്റ്റേൺ സെക്ടറിലുമാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. മിഡിൽ സെക്ടറിൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ വെസ്റ്റേൺ സെക്ടറിലും ഈസ്റ്റേൺ സെക്ടറിലുമാണ് പ്രധാനമായിട്ടും ഈ ബോർഡർ ഡിസ്പ്യൂട്ട് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റേൺ സെക്ടറിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ ഇപ്പം നിലവിലെ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിനും അതുപോലെ തന്നെ ചൈനയുടെ ഭാഗമായിട്ടുള്ള സിൻജിയാങ്ങിനും ഇടയിൽ കിടക്കുന്ന അക്സായ് ചിൻ എന്ന് പറയുന്ന ഒരു കോൾഡ് ഡെസേർട്ട് റീജിയൻ ഉണ്ട്, ആൾതാമസമില്ലാത്ത ഒരു കോൾഡ് ഡെസേർട്ട് ഉണ്ട്. ആ ഒരു അക്സായ് ചിന്നിന്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അതിർത്തി തർക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ അതിർത്തി തർക്കത്തിന്റെ കാരണം ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടിന്റെ ജനറലി നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട അതിന്റെ കൾപ്രിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ആണ്. കാരണം അവരാണ് ഈ ബോർഡറിനകത്ത് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസും ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുള്ളത്. ഇപ്പോൾ അക്സായ് ചിന്നിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ അക്സായ് ചിന്ന് ഞാൻ പറഞ്ഞത് ഒരു കോൾഡ് ഡെസേർട്ട് ആണ്, ആൾതാമസമില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പല കാലഘട്ടങ്ങളിലായിട്ട് പല രീതിയിലുള്ള അതിർത്തികളുള്ള മാപ്പുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ അക്സായ് ചിൻ റീജിയന്റെ കേസിൽ ഇന്ത്യയുടെ അവകാശവാദം എന്ന് പറയുന്നത് അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്നാണ്. അപ്പൊ അതിന് നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത്
ഈ പ്രദേശത്തുള്ള ജോൺസൺ ആർഡഗ് ലൈൻ എന്നറിയപ്പെടുന്ന ഒരു അതിർത്തി രേഖയാണ്. ഈ ജോൺസൺ ആർഡഗ് ലൈൻ എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്ന, അന്നത്തെ സർവേ ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന WH ജോൺസണും അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു ജോൺ ആർഡഗ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ ഒരു 1800-കളുടെ പകുതിയിലും 1800-കളുടെ അവസാനത്തിലൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് ഈ ജോൺസൺ ആർഡഗ് ലൈന്. അപ്പൊ ഈ ജോൺസൺ ആർഡഗ് ലൈന് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഈ പ്രദേശത്തുള്ള അതിർത്തിയായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കുറെ മാപ്പുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പറയുന്നത് ഇതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഈ പ്രദേശത്തുള്ള അതിർത്തി, അതുകൊണ്ട് തന്നെ അക്സായ് ചിൻ ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോൺസൺ ആർഡഗ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചൈനയുമായിട്ട് ബ്രിട്ടീഷ് അതോറിറ്റീസ് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ബോർഡർ ആണെന്നുള്ളൊരു കാര്യമാണ് ചൈന പറയുന്നത്. പിന്നെ ഇതേ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പല മാപ്പുകളിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു ബോർഡറാണ് മക്കാർത്തനി മക്ഡൊണാൾഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ മക്കാർത്തനി മക്ഡൊണാൾഡ് ലൈന് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്സായ് ചിന് ചൈനയുടെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു ബോർഡർ ലൈനാണ് മക്കാർത്തനി മക്ഡൊണാൾഡ് ലൈൻ. ഇത് ബ്രിട്ടീഷുകാർ ചൈനയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈനാണ്. പക്ഷേ ഈ രണ്ട് അതിർത്തികളെയും ചൈന അംഗീകരിക്കുന്നില്ല. ചൈന പറയുന്നത് ട്രഡീഷണലി ഈ അക്സായ് ചിൻ എന്ന് പറയുന്ന റീജൻ ചൈനയുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വേർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പ്രിഡസസർ ആണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിൽ പോലും ഈ അക്സായ് ചിന് ചില മാപ്പുകളിൽ ഇന്ത്യയുടെയും ചില മാപ്പുകളിൽ ചൈനയുടേതുമായിട്ടാണ് കാണിച്ചേക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ അക്സായ് ചിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഈ അക്സായ് ചിന്ന് ഒരു 1950-കൾ തൊട്ടേ ചൈനയുടെ കൺട്രോളിലുള്ള ഒരു പ്രദേശമാണ്, അവർ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പൊ നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നൊക്കെ പറയുന്ന പോലെ അക്സായ് ചിന്നിനെ നമ്മൾ കണക്കാക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രദേശം ചൈന പിടിച്ചു വെച്ചേക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്റർ വരുന്നൊരു പ്രദേശമാണത്. പക്ഷെ ഇതൊരു ആൾത്താമസമില്ലാത്ത മേഖലയാണ്. അപ്പൊ 1962 ഇന്ത്യ ചൈന യുദ്ധത്തോട് കൂടിയിട്ട് ഈ അക്സായ് ചിൻ പൂർണ്ണമായിട്ടും ചൈനയുടെ കൺട്രോളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ അക്സായ് ചിന്നും ബാക്കിയുള്ള ലഡാക്ക് റീജിയനും ഇടയിലുള്ള അതിർത്തിയാണ് ഇത്. ഇവിടെയാണ് ഈ ഗാൽവാൻ വാലി ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാങ്കോങ് സോ ലേക്കും ഗാൽവാൻ വാലി ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് ഇപ്പോൾ ഈ അതിർത്തി തർക്കം നടക്കുന്നത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമേഖല എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ അരുണാചൽ പ്രദേശിന്റെ കേസിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചൈന അവകാശപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റ് ഓട്ടോണമസ് റീജൻ ഉണ്ട്. ഈ ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈന പറയുന്നത്. അവർ അരുണാചൽ പ്രദേശിനെ വിശേഷിപ്പിക്കാറുള്ളത് സദേൺ ടിബറ്റ് എന്നാണ്. അപ്പോൾ ഇപ്പൊ ഈ അക്സായ് ചിന്നിന്റെ കേസിൽ ഇന്ത്യയുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലം ചൈന കൺട്രോൾ വെച്ചേക്കുന്നതാണെന്ന് പറയുന്നത് പോലെ അരുണാചൽ പ്രദേശിന്റെ കേസിൽ അത് നേരെ തിരിച്ചാണ്. ചൈന അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലം ഇന്ത്യയുടെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിന്റെ കേസ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശം, എസ്പെഷ്യലി അരുണാചൽ പ്രദേശിനകത്തുള്ള തവാങ് ട്രാക്സ് എന്ന് പറയുന്ന റീജിയൻ ഹിസ്റ്റോറിക്കലി ഈ ടിബറ്റിന്റെ ഭാഗമായിരുന്നു. ടിബറ്റ് നമ്മളൊരു മോഡേൺ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും ചൈനീസ് സൂസേണിറ്റി അംഗീകരിച്ചിട്ടുള്ള ചൈനീസ് എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ 1913-14 കാലഘട്ടങ്ങളിൽ ഈ ടിബറ്റിനും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യക്കും അല്ലെങ്കിൽ ആ സമയത്ത് ഈ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ മൊത്തത്തിൽ ബ്രിട്ടീഷുകാരെ വിളിച്ചുകൊണ്ടിരുന്നത് അസാം റീജിയൻ എന്നാണ്. സോ ഈ അസാം റീജിയനും ഇടയിലുള്ള അതിർത്തി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ ചൈനയിൽ ഒരു സൺയാർഡ്സിന്റെ നേതൃത്വത്തിലുള്ള റവല്യൂഷനൊക്കെ നടന്ന് ചൈനയിലെ സെൻട്രൽ അതോറിറ്റി വീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ടിബറ്റ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ടിബറ്റൻ അതോറിറ്റീസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ അതോറിറ്റീസും തമ്മിൽ 1913-14 കാലഘട്ടത്തിൽ സിംല കൺവെൻഷൻസ് എന്നറിയപ്പെടുന്ന ഒരു സീരീസ് ഓഫ് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആ സിംല കൺവെൻഷന്റെ ഭാഗമായിട്ട് ടിബറ്റിനും ഇന്ത്യയുടെ അസാം റീജിയനും ഇടയിലുള്ള അതിർത്തി നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ അതിർത്തി അറിയപ്പെടുന്നത് മെക്മഹോൺ ലൈൻ എന്നാണ്. അപ്പോൾ ഈ മെക്മഹോൺ ലൈൻ അനുസരിച്ച് ടിബറ്റിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ ചൈന പറയുന്നത് ഈ ഒരു എഗ്രിമെന്റ്, അതായത് ടിബറ്റിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ചൈന ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടിബറ്റ് സൈൻ ചെയ്ത എഗ്രിമെന്റിന് ലീഗൽ വാലിഡിറ്റി ഇല്ല എന്നാണ് ചൈന പറയുന്നത്. അതിന് ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മറ്റുള്ള ചില എഗ്രിമെന്റുകളും അവർ കാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ പറയുന്നത് ഈ പറയുന്ന ടിബറ്റൻ അതോറിറ്റീസ് ആയിട്ട്, ടിബറ്റ് ഒരു ഡിഫാക്ടോ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് അവരുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം ഈ അരുണാചൽ പ്രദേശിന്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ 62 യുദ്ധത്തിന് ശേഷം, 62 യുദ്ധത്തിന്റെ സമയത്ത് ശരിക്കും ഈ അക്സായ് ചിന്നും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശും ചൈന പിടിച്ചെടുത്തിരുന്നെങ്കിലും ഈ അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തുനിന്ന് അവർ 62 യുദ്ധം അവസാനിക്കുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള വർക്കിംഗ് ബോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ LAC എന്ന് പറയാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയാം. ഇപ്പൊ ഈ അരുണാചൽ പ്രദേശിന്റെ കേസിൽ ഈ LAC എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അവിടെ മെക്മോഹൻ ലൈൻ തന്നെയാണ് വർക്കിംഗ് ബോർഡർ ആയിട്ടുള്ളത്.
പക്ഷേ ബാക്കിയുള്ള മേഖലകളിലുള്ള ഏരിയനെ നമ്മൾ പൊതുവിൽ LAC എന്നാണ് വിളിക്കാറുള്ളത്. ഇന്ത്യ ചൈന അതിർത്തിനെ നോർമലി വിളിക്കാറുള്ളത് LAC എന്നാണ്. പക്ഷെ അത് പല പ്രദേശങ്ങളിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു താൽക്കാലികമായിട്ടൊരു വർക്കിംഗ് ബോർഡർ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്തും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിർത്തികൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ക്ലാഷസ് ഒക്കെ പിന്നെയും നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1980കളുടെ അവസാനത്തിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ചൈനയുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഈ തൽക്കാലത്തേക്ക് രണ്ട് രാജ്യങ്ങളും തൽക്കാലത്തേക്ക് അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പ്രാക്ടിക്കൽ ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തന ഫലമായിട്ട് 1993 അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹറാവു ചൈന വിസിറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു അതിർത്തി അംഗീകരിച്ചുകൊണ്ട്, അതൊരു പെർമനന്റ് അതിർത്തി അല്ല, താൽക്കാലികമായിട്ട് ഒരു വർക്കിംഗ് ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇന്ത്യ ചൈന ബോർഡർ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എഗ്രിമെന്റ് എന്ന് പറയാം. അതിന്റെ ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ദ എഗ്രിമെന്റ് ഓൺ ദി മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി അലോങ് ദി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ മെജോറിറ്റി ഏരിയാസിലും ഇന്ത്യയും ചൈനയും താൽക്കാലികമായിട്ട് അംഗീകരിക്കുന്ന ഒരു വർക്കിംഗ് ബോർഡർ നമുക്കുണ്ട്. അത് ഒരു രണ്ട് രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രദേശങ്ങളിലുണ്ടായിരുന്നു, കോൺഫ്ലിക്ട്സ് നിലവിലുള്ള ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴും ഈ ഗാൽവാൻ വാലി ഒക്കെ പോലുള്ള പ്രദേശങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവിടെയാണ് ഈ ക്ലാഷസ് ഒക്കെ ഇടയ്ക്ക് നടക്കാറുള്ളത്. ഇനി ഇത് കൂടാതെ ഈ രണ്ട് രാജ്യങ്ങൾക്കകത്തും ഒരു കൺസെൻസസ് ഇല്ലാത്ത മേഖലകൾ ഈ അതിർത്തി മേഖലയിൽ ഉള്ളതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും പട്ടാളക്കാർ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് അവിടെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1996 അതുപോലെ 2005 ഇന്ത്യയും ചൈനയും ചേർന്ന് ചില ഈ മേഖലയിൽ അതിർത്തി മേഖലയിലുള്ള മിലിറ്ററീസിനിടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള പട്ടാളക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ കയ്യിൽ തോക്കൊന്നും വെക്കാത്തതിന്റെ കാരണം അതാണ്. ഓക്കെ, ഈ ആംസ് ഒന്നും അവർക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വെടിവെപ്പിലേക്കും വലിയ രീതിയിലുള്ള സീസ് ഫയർ വയലേഷൻസ് ഒരു യുദ്ധമൊക്കെ ആയിട്ട് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 96 2005 കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില മെഷേഴ്സ് എടുത്തിട്ടുള്ളത്. പിന്നീട് അതുപോലെ തന്നെ 2013 മൻമോഹൻ സിംഗ് ചൈന വിസിറ്റ് ചെയ്ത സമയത്ത് ഈ അതിർത്തി മേഖലയിലെ സഹകരണം ഉറപ്പുവരുത്താനും രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കോൺഫിഡൻസ് ബിൽഡിങ്ങും മെഷേഴ്സും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പറയുന്ന അതിർത്തി മേഖലകളിൽ ഈ നാർക്കോട്ടിക്സിന്റെയും അതുപോലെ തന്നെ ഡ്രഗ്സിന്റെയും ആംസിന്റെ ഒക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിനകത്ത് ജോയിന്റ്ലി ഫൈറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബോർഡർ ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെന്റ് ഇന്ത്യയും ചൈനയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അപ്പോൾ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാസിരംഗ നാഷണൽ പാർക്കാണ്. അപ്പോൾ ഈ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അസാമിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. സോ അസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത്. ഇത് 1974 ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അസാമിൽ പൊതുവിൽ നമ്മൾ പറയുന്ന ബ്രഹ്മപുത്ര വാലിയുടെ ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഏറ്റവും അൺടച്ച്ഡ് ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിലൊന്നാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇതിന് 1985 യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഇതിനൊരു ഇമ്പോർട്ടന്റ് ബേർഡ് ഏരിയ ആയിട്ടും ഇടക്കാലത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇനി കാസിരംഗ നാഷണൽ പാർക്കിനകത്തുള്ള ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള അനിമൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള വൺ ഹോൺഡ് റൈനോസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഹോൺഡ് റൈനോ പോപ്പുലേഷൻ ഉള്ളത് ഈ കാസിരംഗ നാഷണൽ പാർക്കിലാണ്. അതുപോലെ തന്നെ ഈ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ആ ഒരു പ്രദേശങ്ങൾ ഓവർ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു കാസിരംഗ ടൈഗർ റിസർവും കൂടി ഉണ്ട്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലുള്ള കൺസർവേഷൻ എഫേർട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 സ്പീഷീസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിനാണ് ബിഗ് 4 എന്ന് വിളിക്കാറുള്ളത്. അത് റൈനോസ്, എലഫന്റ്, റോയൽ ബംഗാൾ ടൈഗർ, ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ എന്നിവയാണ് ഈ ബിഗ് 4 എന്ന് പറയുന്നത്. ഇനി കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഒരു ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 4 റിവേഴ്സെങ്കിലും, ഒരുപാട് വാട്ടർ ബോഡീസ് ഉള്ള ഒരു പ്രദേശമാണ് ഈ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് 4 പ്രധാനപ്പെട്ട റിവേഴ്സ് എങ്കിലും ഈ കാസിരംഗ നാഷണൽ പാർക്കിനെ ക്രിസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതാണ് ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ ഡിഫ്ലു, മോറ ദിഫ്ലു, അതുപോലെ തന്നെ മോറ ധൻസിരി എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.